സകല ഭൂവാസികളുമായുള്ളവരെ യഹോവയ്ക്ക് ആർപ്പിടുവിൻ. സന്തോഷത്തോടെ യഹോവയെ സേവിപ്പിൻ. സംഗീതത്തോടെ അവന്റെ സന്നിധിയിൽ വരുവിൻ. യഹോവ തന്നെ ദൈവം എന്നറിവിൻ. അവൻ നമ്മെ ഉണ്ടാക്കി, നാം അവനുള്ളവർ ആകുന്നു. അവന്റെ ജനവും അവൻ മേയ്ക്കുന്ന ആടുകളും തന്നെ. അവന്റെ വാതികളിൽ സ്തോത്രത്തോടും അവന്റെ പ്രാകാരങ്ങളിൽ സ്തുതിയോടും കൂടെ വരുവിൻ. അവന് സ്തോത്രം ചെയ്ത് അവന്റെ നാമത്തെ വാഴ്ത്തുവിൻ. യഹോവ നല്ലവനല്ലോ, അവന്റെ ദയ എന്നേക്കുമുള്ളത്. അവന്റെ വിശ്വസ്തത തലമുറ തലമുറയായും ഇരിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗാതിസ്വർഗത്തിൽ അധിവസിക്കുന്ന ഞങ്ങളുടെ കാരുണ്യവാനായ ദൈവമേ, അനുഗ്രഹിക്കപ്പെട്ട മനോഹരമായ ഈ വിശുദ്ധ പെന്തക്കോസ്ത് ദിനത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ദൈവമേ, സമയം അങ്ങയുടെ പരിശുദ്ധ സന്നിധിയിൽ ഞങ്ങൾക്ക് ഒരുമിച്ച് കൂടുവാൻ, അങ്ങയുടെ സന്നിധിയിലേക്ക് ഞങ്ങളുടെ ഹൃദയങ്ങളെ ഉയർത്തുവാൻ, യഥാർത്ഥമായി അങ്ങ് വിളിച്ചപേക്ഷിപ്പാൻ, പ്രാർത്ഥിപ്പാൻ അങ്ങ് തന്ന ഈ വിലയേറിയ അവസരത്തിനായി നന്ദി പറയുന്നു. സങ്കീർത്തനക്കാരൻ പറഞ്ഞതുപോലെ അങ്ങയുടെ പ്രാകാരങ്ങളിൽ ചെലവിടുന്ന ഒരു ദിവസം വേറെ 1000 ദിവസത്തേക്കാൾ ഉത്തമമല്ലോ. അപ്രകാരം ഇന്നേ ദിവസത്തെ ഈ സമയത്തെ ഞങ്ങൾക്ക് അനുഗ്രഹിച്ച് നൽകിയതിനായി നന്ദി പറയുന്നു. പരിശുദ്ധ പിതാവേ, കഴിഞ്ഞ ഒരു ആഴ്ചയുടെ കാലം അങ്ങ് ഞങ്ങളെ ഓരോരുത്തരെയും അത്ഭുതകരമായി, അതിശയകരമായി നടത്തി ഞങ്ങൾ ഓർക്കുന്നു. ഞങ്ങളുടെ ശരീരത്തെയും ജീവനെയും പോറ്റുവാൻ ആവശ്യമായ ആത്മീയവും ഭൗതികവുമായ നന്മകളെ ധാരാളമായിട്ട് ഞങ്ങളുടെ ജീവിതത്തിലേക്ക് പകർന്നതിനായി നന്ദി പറയുന്നു. അങ്ങയുടെ അളവറ്റ സ്നേഹത്തെയും കരുതലിന്റെയും കൃപയെയും ഉണരുവാൻ, അങ്ങയുടെ സാന്നിധ്യം അനുഭവിപ്പാൻ, അങ്ങയുടെ സ്നേഹം അനുഭവിപ്പാൻ കർത്താവെ അങ്ങ് കൃപ ചെയ്തതിനായി നന്ദി പറയുന്നു. ഞങ്ങളിപ്പോൾ അങ്ങയെ ആരാധിക്കുവാനായി അങ്ങയുടെ സന്നിധിയിലായിരിക്കുമ്പോൾ നന്ദിയുള്ള ഹൃദയത്തോടു കൂടെ അങ്ങയെ ആരാധിക്കുവാൻ,
സത്യത്തിലും ആത്മാവിലും അങ്ങേ ആരാധിക്കുവാൻ അങ്ങയുടെ ആത്മാവിനെ ഞങ്ങളുടെ മേലങ്ങ് പകരണമേ. പെന്തക്കോസ്ത് നാളിന് മുമ്പ് ശിഷ്യന്മാർ എപ്രകാരമായിരുന്നു എന്നുള്ളത് ഞങ്ങൾ ഓർക്കുന്നു. ദൈവമേ, ഞങ്ങളും ഒഴിഞ്ഞ പാത്രങ്ങളായി ശൂന്യമായി അങ്ങയുടെ സന്നിധിയിലായിരിക്കുന്നു. അങ്ങയുടെ ആത്മാവിൽ അങ്ങ് ഞങ്ങളെ നിറഞ്ഞ പാത്രങ്ങളാക്കി അങ്ങ് ഞങ്ങളെ തീർക്കണമേ. ഞങ്ങളുടെ ലംഘനങ്ങളെ, പാപങ്ങളെ, അകൃത്യങ്ങളെ ഞങ്ങളോട് ക്ഷമിക്കണമേ. കർത്താവായ യേശു ക്രിസ്തുവിന്റെ വിശുദ്ധ രക്തത്താൽ ഞങ്ങളെ ശുദ്ധീകരിക്കണമേ. ദൈവമേ, ഈ ആരാധനയിൽ കൂടി വന്നിരിക്കുന്ന ഓരോരുത്തരെയും ഈ സമയം ഓർക്കുന്നു. പ്രത്യേകിച്ച് ഭവനങ്ങൾ ആയിരുന്നു കൊണ്ട് ഈ ആരാധനയിൽ പങ്കുചേരുന്ന ഓരോ പ്രിയപ്പെട്ടവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. തങ്ങളായിരിക്കുന്ന സ്ഥലങ്ങളിൽ, തങ്ങളായിരിക്കുന്ന ഭവനങ്ങളിൽ പരിശുദ്ധാത്മാവിന്റെ നിറസാന്നിധ്യം അനുഭവിപ്പാൻ, ദൈവത്തിന്റെ പ്രവൃത്തി അനുഭവിപ്പാൻ ഓരോരുത്തരെയും, ഓരോ കുടുംബങ്ങളെയും അങ്ങ് ഒരുക്കണമേ. ദൈവമേ, ഈ ആരാധനയുടെ ഓരോ ഭാഗങ്ങളിലും കൂടെ ഇരിക്കണമേ. സകല സ്തുതിയും മഹത്വം അങ്ങ് സ്വീകരിക്കണമേ. ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ, പ്രിയ പിതാവേ. ആമേൻ. നമുക്കിപ്പോൾ 6-ാമത്തെ പാട്ട് പാടാം. കീർത്തന പുസ്തകത്തിൽ 6-ാമത്തെ പാട്ട്. നൽകിയിടണം. നിന്നനു
സാധാരണ ആരാധനക്രമം കീർത്തന പുസ്തകത്തിൽ ഒന്നാമത്തെ സാധാരണ ആരാധനക്രമം വായനാ രീതിയിൽ നമുക്ക് ഉപയോഗിക്കാം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. കർത്താവിൽ പ്രിയമുള്ളവരെ, പരമാർത്ഥ ഹൃദയത്തോടെ അടുത്തു വന്ന് നമ്മുടെ പിതാവായ ദൈവത്തോട് നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുകയും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ നാമത്തിൽ നമുക്ക് പാപക്ഷമ നൽകണമെന്ന് അപേക്ഷിക്കുകയും ചെയ്യുക. നമ്മുടെ സഹായം യഹോവയുടെ നാമത്തിലുള്ളത്. ലംഘനങ്ങളെ യഹോവയോട് ഏറ്റുപറയുമെന്ന് ഞാൻ പറഞ്ഞു. സർവശക്തിയുള്ള ദൈവമേ, ഞങ്ങളുടെ സൃഷ്ടാവും രക്ഷിതാവും ആയുള്ളവേ, അരിഷ്ട പാപികളായിരിക്കുന്ന ഞങ്ങൾ സ്വഭാവത്താൽ പാപമുള്ളവരും അശുദ്ധരും ആകുന്നുവെന്നും നിനക്ക് വിരോധമായി വിചാരങ്ങളാലും വാക്കുകളാലും പ്രവൃത്തികളാലും പാപം ചെയ്തിരിക്കുന്നുവെന്നും ഞങ്ങൾ നിന്നോട് ഏറ്റുപറയുന്നു. ആകയാൽ ഞങ്ങൾ അഭയം പ്രാപിപ്പാൻ നിന്റെ അളവച്ച കരുണയ്ക്കായി ഓടിവരികയും ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു നിമിത്തം ഞങ്ങളോട് കൃപയുള്ളവനാകണമെന്ന് വിനയമായി യാചിക്കുകയും ചെയ്യുന്നു. മഹാകരുണയുള്ള ദൈവമേ, നിന്റെ ഏകജാതനായ പുത്രനെ ഞങ്ങൾക്ക് പകരം മരണത്തിനേൽപ്പിച്ചവനെ, ഞങ്ങളോട് കൃപയുണ്ടായി ഞങ്ങളുടെ എല്ലാ പാപങ്ങളെയും അവനിമിത്തം ക്ഷമിക്കണമേ. നിന്നെ നിന്റെ ഇഷ്ടത്തെയും കുറിച്ചുള്ള സത്യ അറിവിനെയും നിന്റെ വചനത്തോടുള്ള ഹൃദയപൂർവമായ അനുസരണത്തെയും നിന്റെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളിൽ വർദ്ധിപ്പിക്കണമെന്നും ഒടുവിൽ നിന്റെ കൃപയാൽ നിത്യജീവൻ പ്രാപിപ്പാൻ ഞങ്ങൾ അനുഗ്രഹിക്കണമെന്നും ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആമേൻ. നമ്മുടെ സ്വർഗസ്ഥ പിതാവാകുന്ന സർവശക്തിയുള്ള ദൈവം നമ്മോട് കൃപയുണ്ടായി തന്റെ ഏകപുത്രനെ നമുക്ക് പകരം മരണത്തിന് ഏൽപ്പിച്ചിരിക്കുന്നു. അവ നിമിത്തം നമ്മുടെ എല്ലാ പാപങ്ങളെയും ക്ഷമിക്കുന്നു. അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കൾ ആകുവാൻ അവൻ അധികാരം കൊടുക്കുന്നു. തന്റെ പരിശുദ്ധാത്മാവിനെ നൽകുമെന്ന് വാഗ്ദത്തം തന്നുമിരിക്കുന്നു. വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും. കർത്താവ് ഇത് നമുക്കെല്ലാവർക്കും നൽകുമാറാകട്ടെ. ആമേൻ. ആരംഭവാക്യത്തിന് പകരമായി 25-ാമത്തെ സങ്കീർത്തനം 1 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ വാക്യം പ്രതി വാക്യമായിട്ട് വായിക്കും. സങ്കീർത്തനം 25 1 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ വാക്യം പ്രതി വാക്യമായിട്ട് വായിക്കും. യഹോവേ, നിങ്ങളിലേക്ക് ഞാൻ മനസ്സുയർത്തുന്നു. നിന്നെ കാത്തിരിക്കുന്ന ഒരുത്തനും ലജ്ജിച്ചു പോകുകയില്ല. വെറുതെ ദ്രോഹിക്കുന്നവർ ലജ്ജിച്ചു പോകും. നിന്റെ സത്യത്തിൽ എന്നെ നടത്തി എന്നെ പഠിപ്പിക്കണമേ. നീ എന്റെ രക്ഷയുടെ ദൈവമാകുന്നുവല്ലോ. ദിവസം മുഴുവനും ഞാൻ നിങ്ങൾ പ്രത്യാശ വയ്ക്കുന്നു. എന്റെ ബാല്യത്തിലെ പാപങ്ങളെയും എന്റെ ലംഘനങ്ങളെയും ഓർക്കരുത്. യഹോവേ, നിന്റെ കൃപപ്രകാരം നിന്റെ ദയനിമിത്തം എന്നെ ഓർക്കണമേ. സൗമ്യതയുള്ളവരെ അവൻ ന്യായത്തിൽ നടത്തുന്നു. സൗമ്യതയുള്ളവർക്ക് തന്റെ വഴി പഠിപ്പിച്ചു കൊടുക്കുന്നു. യഹോവേ, എന്റെ അകൃത്യം വലിയത്. നിന്റെ നാമനിമിത്തം അത് ക്ഷമിക്കണമേ. അവൻ സുഖത്തോടെ വസിക്കും. അവൻ സന്തതി ദേശത്തെ അവകാശമാക്കും.
നമുക്ക് ചേർന്ന് വായിക്കാം. എന്റെ കണ്ണ് എപ്പോഴും യഹോവയിലേക്കാകുന്നു, അവൻ എന്റെ കാലുകളെ വലയിൽ നിന്ന് വിടുവിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വമുണ്ടാകട്ടെ, ആദിയിൽ എപ്പോഴും എന്നേക്കുമുള്ള പ്രകാരം തന്നെ. ആമേൻ. കർത്താവേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. ക്രിസ്തുവേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. കർത്താവേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വവും, കർത്താവായ ദൈവമേ, സ്വർഗീയ രാജാവേ, സർവശക്തിയുള്ള പിതാവായ ദൈവമേ, ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, ഞങ്ങൾ നിന്നെ വാഴ്ത്തുന്നു, ഞങ്ങൾ നിന്നെ വന്ദിക്കുന്നു, ഞങ്ങൾ നിന്നെ മഹത്വപ്പെടുത്തുന്നു. നിന്റെ വലിയ മഹത്വത്തിനായി ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. ഏകജാതനായ യേശു ക്രിസ്തുവാകുന്ന കർത്താവേ, കർത്താവായ ദൈവമേ, പിതാവിന്റെ പുത്ര, ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്നവനായി ദൈവത്തിന്റെ കുഞ്ഞാടായുള്ളവേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്നവനെ, ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ. പിതാവായ ദൈവത്തിന്റെ വലത്തുഭാഗത്തിരിക്കുന്നവനെ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. നീ മാത്രമല്ലോ പരിശുദ്ധൻ, നീ മാത്രം കർത്താവ്. ക്രിസ്തുവേ, നീ മാത്രം പരിശുദ്ധാത്മാവിനോട് കൂടെ പിതാവായ ദൈവത്തിന്റെ മഹത്വത്തിൽ മഹോന്നതനാകുന്നു. ആമേൻ. കർത്താവ് നിങ്ങളോട് കൂടെ ഇരിക്കുമാറാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. വിശ്വാസികളായ ജനങ്ങൾക്ക് നിന്റെ പരിശുദ്ധാത്മാവിന്റെ പ്രകാശത്തെ അയച്ച് ഹൃദയങ്ങളിൽ ഉപദേശമായി ചൊരിയുന്ന കാരുണ്യവാനായ ദൈവമേ, ആ ആത്മാവിനെ കൊണ്ട് തന്നെ ഞങ്ങൾക്ക് എല്ലാ കാര്യങ്ങളിലും നല്ല വിവേകമുണ്ടാകുവാനും അവന്റെ വിശുദ്ധ ആശ്വാസത്തിൽ എപ്പോഴും ആനന്ദിപ്പാനും കരുണ ചെയ്യണമെന്ന് നിന്നോടും പരിശുദ്ധാത്മാവിനോടും കൂടെ ഏകദൈവമായി കാലാവസരം കൂടാതെ ജീവിച്ചു വാഴുന്ന നിന്റെ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശു ക്രിസ്തു മുഖാന്തരം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആമേൻ. വിശുദ്ധ പെന്തക്കോസ്ത് ദിനമായ ഇന്നത്തേക്ക് വായിക്കുവാനായി തിരഞ്ഞെടുത്തിരിക്കുന്ന ഒന്നാമത്തെ വേദഭാഗം വിശുദ്ധ സംഖ്യാപുസ്തകം 11-ാം അധ്യായം 24 മുതൽ 30 വരെയുള്ള വാക്യങ്ങൾ. സംഖ്യാപുസ്തകം 11-ാം അധ്യായം 24 മുതൽ 30 വരെയുള്ള വാക്യങ്ങൾ. അങ്ങനെ മോശ ചെന്ന് യഹോവയുടെ വചനങ്ങളെ ജനത്തോട് പറഞ്ഞു. ജനത്തിന്റെ മൂപ്പന്മാരിൽ 70 പുരുഷന്മാരെ കൂട്ടി കൂടാരത്തിന്റെ ചുറ്റിലും നിർത്തി. എന്നാറെ യഹോവ ഒരു മേഘത്തിൽ ഇറങ്ങി അവനോട് അരുളി ചെയ്തു, അവന്മേലുള്ള ആത്മാവിൽ കുറെയെടുത്ത് മൂപ്പന്മാരായ ആ 70 പുരുഷന്മാർക്ക് കൊടുത്തു. ആത്മാവ് അവരുടെ മേൽ ആവസിച്ചപ്പോൾ അവർ പ്രവചിച്ചു. പിന്നെ അങ്ങനെ ചെയ്തില്ല താനും. എന്നാൽ ആ പുരുഷന്മാരിൽ 2 പേർ പാളയത്തിൽ തന്നെ താമസിച്ചിരുന്നു. ഒരുത്തന് എൽദാദ് എന്നും മറ്റൊരുവന് മേദാദ് എന്നും പേർ. ആത്മാവ് അവരുടെ മേലും ആവസിച്ചു. അവരും പേരെഴുതിയവരിൽ ഉള്ളവർ ആയിരുന്നു, എങ്കിലും കൂടാരത്തിലേക്ക് ചെന്നിരുന്നില്ല. അവർ പാളയത്തിൽ വച്ച് പ്രവചിച്ചു. അപ്പോൾ ഒരു ബാല്യക്കാരൻ മോശയുടെ അടുക്കൽ ഓടിച്ചെന്ന് എൽദാദും മേദാദും പാളയത്തിൽ വെച്ച് പ്രവചിക്കുന്നു എന്ന് അറിയിച്ചു. എന്നാറെ നൂന്റെ മകനായി ബാല്യം മുതൽ മോശയുടെ ശുശ്രൂഷക്കാരനായിരുന്ന യോശുവ, എന്റെ യജമാനായ മോശയെ അവരെ വിരോധിക്കണമേ എന്ന് പറഞ്ഞു. മോശെ അവനോട്, എന്നെ വിചാരിച്ച് നീ അസൂയപ്പെടുന്നുവോ? യഹോവയുടെ ജനമൊക്കെയും പ്രവാചകരായും
യഹോവ തന്റെ ആത്മാവിനെ അവന്റെ മേൽ പകരുകയും ചെയ്തെങ്കിൽ കൊള്ളായിരുന്നു എന്ന് പറഞ്ഞു. പിന്നെ മോശ ഇസ്രായേൽ മൂപ്പന്മാരും പാളയത്തിൽ വന്നു ചേർന്നു. ഒന്നാമത്തെ വേദഭാഗം വായിച്ചു തീർന്നു. വായിക്കുവാനായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്ന ലേഖന വേദഭാഗം വിശുദ്ധ അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 2-ാം അധ്യായം 1 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 2-ാം അധ്യായം 1 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ. പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ എല്ലാവരും ഒരു സ്ഥലത്ത് ഒന്നിച്ചു കൂടിയിരുന്നു. പെട്ടെന്ന് കൊടിയ കാറ്റടിക്കുന്നത് പോലെ ആകാശത്തു നിന്ന് ഒരു മുഴക്കമുണ്ടായി. അവർ ഇരുന്നിരുന്ന വീട് മുഴുവനും നിറച്ചു. അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി. അവരിൽ ഓരോരുത്തന്റെ മേൽ പതിഞ്ഞു. എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ആത്മാവ് അവർക്ക് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ അന്യഭാഷകളിൽ സംസാരിച്ചു തുടങ്ങി. അന്ന് ആകാശത്തിന് കീഴെയുള്ള സകല ജാതികളിൽ നിന്നും യെരുശലേമിൽ വന്ന് പാർക്കുന്ന യഹൂദന്മാരായ ഭക്തിയുള്ള പുരുഷന്മാർ ഉണ്ടായിരുന്നു. ഈ മുഴക്കമുണ്ടായപ്പോൾ പുരുഷാരം വന്നുകൂടി ഓരോരുത്തൻ താന്താന്റെ ഭാഷയിൽ അവർ സംസാരിക്കുന്നത് കേട്ട് അമ്പരന്നു പോയി. എല്ലാവരും ഭ്രമിച്ച് ആശ്ചര്യപ്പെട്ടു. ഈ സംസാരിക്കുന്നവർ എല്ലാം ഗലീലക്കാർ അല്ലയോ? പിന്നെ നാം ഓരോരുത്തർ ജനിച്ച നമ്മുടെ സ്വന്തം ഭാഷയിൽ അവർ സംസാരിച്ചു കേൾക്കുന്നത് എങ്ങനെ? പർഥ്യരും മേദ്യരും ഇലാമ്യരും മെസപ്പൊത്യാമ്യരും യിലും യഹൂദിയയിലും കപ്പദ്യോക്യയിലും പൊന്തോസിലും ആസിയയിലും തുർക്കിയയിലും പംഫുല്യയിലും മിസ്രൈമിലും കുറേന്യയിലേക്ക് ചേർന്ന ലിബ്യ പ്രദേശങ്ങളിലും പാർക്കുന്നവരും റോമിൽ നിന്ന് വന്ന് പാർക്കുന്നവരും യഹൂദന്മാരും യഹൂദ മതാനുസാരികളും ക്രേത്യരും അറേബ്യക്കാരുമായ നാം ഈ നമ്മുടെ ഭാഷകളിൽ അവർ ദൈവത്തെ വൻ കാര്യങ്ങളെ പ്രസ്താവിക്കുന്നത് കേൾക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു. എല്ലാവരും ഭ്രമിച്ച് ചഞ്ചലിച്ച് ഇത് എന്തായിരിക്കും എന്ന് തമ്മിൽ പറഞ്ഞു. ഇവർ പുതുവീഞ്ഞ് കുടിച്ചിരിക്കുന്നു എന്ന് മറ്റു ചിലർ പരിഹസിച്ച് പറഞ്ഞു. അപ്പോൾ പത്രോസ് 11 പേരോടുകൂടെ നിന്നുകൊണ്ട് ഉറക്കെ അവരോട് പറഞ്ഞത്, യഹൂദ പുരുഷന്മാരും യെരുശലേമിൽ പാർക്കുന്ന എല്ലാവരുമായുള്ളവരെ, ഇത് നിങ്ങൾ അറിഞ്ഞിരിക്കട്ടെ. എൻ്റെ വാക്ക് ശ്രദ്ധിച്ചുകൊള്ളുവിൻ. നിങ്ങൾ ഊഹിക്കുന്നത് പോലെ ഇവർ ലഹരി പിടിച്ചവരല്ല. പകൽ 3-ാം മണി നേരമേ ആയിട്ടുള്ളൂവല്ലോ. ഇത് യോവേൽ പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്തതത്രേ. അതെന്തെന്നാൽ അന്ത്യകാലത്ത് താൻ സകല ജനത്തിന്മേലും എൻ്റെ ആത്മാവിനെ പകരും. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. നിങ്ങളുടെ യൗവനക്കാർ ദർശനങ്ങൾ ദർശിക്കും. നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും. എൻ്റെ ദാസന്മാരുടെ മേലും ദാസന്മാരുടെ മേലും കൂടെ ഞാൻ ആ നാളുകളിൽ എൻ്റെ ആത്മാവിനെ പകരും. അവരും പ്രവചിക്കും. താൻ മീതെ ആകാശത്തിൽ അത്ഭുതങ്ങളും താഴെ ഭൂമിയിൽ അടയാളങ്ങളും കാണിക്കും. രക്തവും തീയും പുകയാവിയും തന്നെ. കർത്താവിൻ്റെ വലതും പ്രസിദ്ധവുമായ നാൾ വരും. മുമ്പേ സൂര്യൻ ഇരുളായും ചന്ദ്രൻ രക്തമായും മാറിപ്പോകും. എന്നാൽ കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നവൻ ഏവരും രക്ഷിക്കപ്പെടും എന്ന് ദൈവം അരുളി ചെയ്യുന്നു. ഇവിടെ ലേഖന വേദഭാഗം വായിച്ചു തീർന്നു. സഭയ്ക്കെണീറ്റ് ഹല്ലേലൂയ പാടാം. വായിക്കുവാനായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്ന സുവിശേഷ വേദഭാഗം വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 7-ാം അധ്യായം 37 മുതൽ 39 വരെയുള്ള വാക്യങ്ങൾ. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 7-ാം അധ്യായം 37 മുതൽ 39 വരെയുള്ള വാക്യങ്ങൾ. കർത്താവേ, നിനക്ക് മഹത്വമുണ്ടാകുമാറാകട്ടെ. ഉത്സവത്തിന്റെ മഹാദിനമായ ഒടുക്കത്തെ നാളിൽ
യേശു നിന്നുകൊണ്ട്, ദാഹിക്കുന്നവനെല്ലാം എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയും പോലെ ജീവജലത്തിന് നദികൾ ഒഴുകുമെന്ന് വിളിച്ചു പറഞ്ഞു. അവനിത് തന്നിൽ വിശ്വസിക്കുന്നവർക്ക് ലഭിക്കാനുള്ള ആത്മാവിനെ കുറിച്ചാകുന്നു പറഞ്ഞത്. യേശു അന്ന് തിരസ്കരിക്കപ്പെട്ടില്ലായകയാൽ ആത്മാവ് വന്നിട്ടില്ലായിരുന്നു. ഇവിടെ സുവിശേഷ ഭാഗം വായിച്ചു തീർന്നു. ക്രിസ്തുവേ നിനക്ക് സ്തോത്രം. വേദഭാഗങ്ങൾ വായിച്ചു കേട്ട നമുക്ക് നമ്മുടെ വിശ്വാസം അപ്പോസ്തല വിശ്വാസ പ്രമാണം അനുസരിച്ച് പറയാം. സർവശക്തിയുള്ള പിതാവായി ആകാശത്തെ ഭൂമിയെ സൃഷ്ടിച്ചവനായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവന്റെ പുത്രനായി നമ്മുടെ കർത്താവായി യേശു ക്രിസ്തുവിൽ ഞാൻ വിശ്വസിക്കുന്നു. അവൻ പരിശുദ്ധാത്മാവിന് ബാധിക്കപ്പെട്ട് കന്യകമരിൽ ജനിച്ച് പൊന്തിയോസ് പീലാത്തോസിന് കീഴിൽ കഷ്ടമനുഭവിച്ച് ക്രൂശിക്കപ്പെട്ട് മരിച്ചടക്കപ്പെട്ടു. അവൻ പാദങ്ങളിൽ ഇറങ്ങി മൂന്നാം ദിവസം പിന്നെയും ഉയർത്തെഴുന്നേറ്റ് സ്വർഗ്ഗാരോഹണം ചെയ്ത് സർവശക്തിയുള്ള പിതാവായി ദൈവത്തിൽ പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് ജീവനുള്ളവരെയും മരിച്ചവരെയും ഞാൻ വന്നിരിക്കുകയും ചെയ്യും. പരിശുദ്ധാത്മാവിൽ ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധന്മാരുടെ കൂട്ടമാകുന്ന വിശുദ്ധ ക്രിസ്തീയ സഭയും പാപവും ശരീരത്തിന്റെ പുനരുത്ഥാനവും നിത്യജീവനും ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സഭയ്ക്കിരിക്കാം. ഒരു വിവാഹ പരസ്യമുണ്ട്, ശ്രദ്ധിക്കാം. താഴെ പറഞ്ഞിരിക്കുന്നവർ വിവാഹാവസ്ഥയിൽ പ്രവേശിക്കുവാൻ തമ്മിൽ സമ്മതിച്ചിരിക്കുന്നത് കൊണ്ട് സഭ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടതാകും. അവരുടെ പേര് വിവരം: കാച്ചാണി ഗോസ്ബൽ ലൂത്രൻ സഭയിൽ കാച്ചാണി എന്ന സ്ഥലത്ത് പരേതനായ ശ്രീ സുരേഷ് കുമാർ, ശ്രീമതി ഗിരിജ ജി എന്നിവരുടെ മകനായ ജ്യോതിഷ് എസ്. കാര്യവട്ടം ഗോസ്ബൽ ലൂത്രൻ സഭയിൽ താറാപ്പൊയ്ക എന്ന സ്ഥലത്ത് റവറൻഡ് സി ക്രിസ്പസ്, ശ്രീമതി സബിത എസ് ഡി എന്നിവരുടെ മകളായ അമല സി ക്രിസ്പസ്. ഇവർ തമ്മിൽ വിവാഹത്തിൽ ചേർന്നുകൂടാ എന്നുള്ളതിന് ന്യായമായ വല്ല കാരണവും അറിയുന്നവർ ഉണ്ടെങ്കിൽ അവർ അതിനെ തക്ക സമയത്തും തക്ക സ്ഥലത്തും അറിയിക്കണം. അല്ലാത്ത പക്ഷം പിന്നെ ഒരിക്കലും പറയാതിരിക്കണം. ഇത് രണ്ടാമത്തെ പ്രസിദ്ധീകരണം. നമുക്കൊരിക്കൽ കൂടെ ഇത് വായിച്ചു കേൾക്കാം. മൂന്നാമത്തെ പ്രസിദ്ധീകരണം: താഴെ പറഞ്ഞിരിക്കുന്നവർ വിവാഹാവസ്ഥയിൽ പ്രവേശിക്കുവാൻ തമ്മിൽ സമ്മതിച്ചിരിക്കുന്നത് കൊണ്ട് സഭ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടതാകുന്നു. അവരുടെ പേര് വിവരം: കാച്ചാണി ഗോസ്ബൽ ലൂത്രൻ സഭയിൽ കാച്ചാണി എന്ന സ്ഥലത്ത് പരേതനായ ശ്രീ സുരേഷ് കുമാർ, ശ്രീമതി ഗിരിജ എന്നിവരുടെ മകനായ ജ്യോതിഷ് എസ്. കാര്യവട്ടം ഗോസ്ബൽ ലൂത്രൻ സഭയിൽ താറാപ്പൊയ്ക എന്ന സ്ഥലത്ത് റവറൻഡ് സി ക്രിസ്പസ്, ശ്രീമതി സബിത എസ് ഡി എന്നിവരുടെ മകളായ അമല സി ക്രിസ്പസ്. ഇവർ തമ്മിൽ വിവാഹത്തിൽ ചേർന്നുകൂടാ എന്നുള്ളതിന് ന്യായമായ വല്ല കാരണവും അറിയുന്നവർ ഉണ്ടെങ്കിൽ അവർ അതിനെ തക്ക സമയത്തും തക്ക സ്ഥലത്തും രേഖാമൂലം അറിയിക്കണം. അല്ലാത്ത പക്ഷം പിന്നെ ഒരിക്കലും പറയാതിരിക്കണം. ഇത് മൂന്നാമത്തേതും അവസാനത്തേതുമായ പ്രസിദ്ധീകരണം. നമുക്കിവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. യഹോവേ, നീ അനുഗ്രഹിച്ചത് എന്നേക്കും അനുഗ്രഹിക്കപ്പെട്ടിരിക്കുമല്ലോ. അതുകൊണ്ട് വിവാഹം ചെയ്യുവാൻ നിശ്ചയിച്ചിരിക്കുന്ന ഇവർക്ക് നിന്റെ പിതൃ അനുഗ്രഹം ദയവായി നൽകണമേ. തിരുവചനത്തിൽ വെളിപ്പെടുത്തിയിരിക്കുന്ന വഴികളിൽ ഇരുവരും ഒരുമിച്ച് നടക്കുവാനും നിന്റെ ദാനങ്ങളെ നന്ദിയോടെ കൈക്കൊള്ളുവാനും ഇവരെ അനുഗ്രഹിക്കണമേ. ഇവരുടെ ഹൃദയങ്ങളെ വെടിപ്പാക്കുകയും
നിന്നെ ഭയപ്പെടുകയും സ്നേഹിക്കുകയും ചെയ്യുവാൻ സഹായിക്കുകയും ചെയ്യണമേ. എല്ലാറ്റിനും മീതെ ക്രിസ്തു യേശുവിൽ ദൈവത്തിന്റെ പരമവിളിയുടെ വിരുദ്ധ പ്രാപിക്കുവാനും ഇവരെ ശക്തിപ്പെടുത്തണമേ. ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു നിമിത്തം ദയവായി ഈ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. നമുക്കിപ്പോൾ പുതിയ പുസ്തകത്തിൽ 189 പാട്ട് പാടാം. 189. വലിയ പുസ്തകത്തിൽ 171. വലിയ പുസ്തകത്തിൽ 171 പാട്ട്. സ്വർഗീയ പ്രാപം ആത്മാവേ വന്നിടുക എന്നിൽ, സത്യ സ്നേഹജ്വാലയിൽ എൻ ശീതമനസ്സിൽ ഈ ഭൂമിയോട് ചേർന്നങ്ങൾ വിനാശമാകുന്നു. ലഭിച്ചു കൊള്ളുവാൻ മോഹങ്ങൾ അസാധ്യമാകുന്നു. ഹൃദാവിൽ പാട്ടു പാടും ഞാൻ വര ഉയർച്ചയിൽ, ഹോശന്ന നാവിൽ മാത്രം ഭക്തിന് ജീവനിൽ എന്നേക്കുമേ പിതാവായ ദൈവത്തിൽ നിന്നും പുത്രനും രക്ഷകനുമായ ക്രിസ്തു യേശുവിൽ നിന്നും നിങ്ങൾക്ക് ഏവർക്കും കൃപയും സമാധാനവും ലഭിക്കുമാറാകട്ടെ. ആമേൻ. വിശുദ്ധ പെന്തക്കോസ്ത് ദിനമായ ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം നാം വായിച്ചു കേട്ട സുവിശേഷ വേദഭാഗം വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 7-ാം അധ്യായം 37 മുതൽ 39 വരെയുള്ള വാക്യങ്ങൾ. അവിടെ പ്രകാരം കാണുന്നു. ഉത്സവത്തിന്റെ മഹാദിനമായ ഒടുക്കത്തെ നാളിൽ യേശു നിന്നുകൊണ്ട്, ദാഹിക്കുന്നവനെല്ലാം എന്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ, എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയും പോലെ ജീവജലത്തിന്റെ നദികൾ ഒഴുകുമെന്ന് വിളിച്ചു പറഞ്ഞു. അവൻ ഇത് തന്നിൽ വിശ്വസിക്കുന്നവർക്ക് ലഭിക്കാനുള്ള ആത്മാവിനെ കുറിച്ചാകുന്നു പറഞ്ഞത്. യേശു അന്ന് തേജസ്കരിക്കപ്പെട്ടിട്ടില്ലായകയാൽ ആത്മാവ് വന്നിട്ടില്ലായിരുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ വാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവായ ദൈവമേ, അനുഗ്രഹിക്കപ്പെട്ട മനോഹരമായ
ഈ വിശുദ്ധ ശബത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഈ വിശുദ്ധ ശബത്തിൽ അങ്ങയുടെ തിരുപാദപ്പെടുത്തിലായിരിക്കുവാൻ, അങ്ങയുടെ സന്നിധിയിലേക്ക് ഞങ്ങളുടെ ഉള്ളങ്ങളെ ഉയർത്തുവാൻ, ഹൃദയപൂർവം അങ്ങയെ ആരാധിക്കുവാൻ അങ്ങ് തന്ന ഈ ദിവ്യമായ അവസരത്തിനായി നന്ദി പറയുന്നു. പരിശുദ്ധ പിതാവേ, ഞങ്ങളിപ്പോൾ അങ്ങയുടെ ജീവന്റെ വചനങ്ങളെ കേൾക്കുവാനായി, ധ്യാനിക്കുവാനായി ഇവിടെ ആയിരിക്കുന്നു. അങ്ങ് ഞങ്ങൾക്കായിട്ട് തന്ന ഈ വചനങ്ങൾക്കായിട്ട് സ്തുതിക്കുന്നു. ഈ വചനങ്ങളുടെ മർമ്മങ്ങളെക്കുറിച്ച് ഞങ്ങൾ ചിന്തിപ്പാൻ, ധ്യാനിപ്പാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ. ഈ വചനത്തിലൂടെ അങ്ങ് ഞങ്ങളോട് പറയുന്ന കാര്യങ്ങൾ, അങ്ങ് ഞങ്ങൾ ഉപദേശിക്കുന്ന കാര്യങ്ങൾ ഞങ്ങൾ ശ്രദ്ധയോടെ കേട്ട് വചനമനുസരിച്ച് അങ്ങയുടെ ഹൃദയപ്രകാരം ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. വചനം കേൾക്കുന്ന അങ്ങയുടെ മക്കളെയും വചനം സംസാരിക്കുന്ന അടിയനെയും അങ്ങയുടെ ആത്മാവിൽ നിറച്ച് അങ്ങ് വഴി നടത്തണമേ. ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ, പ്രിയ പിതാവേ. ആമേൻ. ക്രിസ്തു യേശുവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, നാം ഒരു പെന്തക്കോസ്ത് ദിനത്തിലായിരിക്കുകയാണ്. പൊതുവെ പെന്തക്കോസ്ത് ദിനങ്ങളിൽ നാം കേൾക്കാറുള്ള തിരുവചനം അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 2-ാം അധ്യായം 1 മുതൽ 21 വരെയുള്ള വാക്യങ്ങളാണ്. അവിടെ ശിഷ്യന്മാർ ഒരുമിച്ച് കൂടിയിരിക്കുന്ന സമയം ശിഷ്യന്മാരുടെ മേൽ പരിശുദ്ധാത്മാവ് ആവസിക്കുകയും ശിഷ്യന്മാർ അവിടെ കൂടിയിരുന്ന അന്യഭാഷക്കാരുടെ ഭാഷകളിൽ സംസാരിക്കുകയും ചെയ്തതാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. പെന്തക്കോസ്ത് എന്ന് പറയുമ്പോൾ 50-ാം ദിവസം എന്ന അർത്ഥമുണ്ട്. 50-ാം ദിവസം എന്ന് പറയുമ്പോൾ കർത്താവായ യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റതിനു ശേഷം 50-ാം ദിവസം, യേശു ഉയർത്തെഴുന്നേറ്റതിനു ശേഷം 40 ദിവസം ഭൂമിയിൽ ആവസിച്ചു. ശിഷ്യന്മാർക്ക് യേശു പ്രത്യക്ഷപ്പെട്ടുകൊണ്ട്, ധാരാളം പേർക്ക് യേശു പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് താൻ ജീവിച്ചിരിക്കുന്നുവെന്ന് തെളിയിച്ചു. 40-ാം ദിവസം യേശു സ്വർഗാരോഹണം ചെയ്തു. യേശു പോകുന്നതിന് മുമ്പ് തന്നെ പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥനെ ഞാൻ നിങ്ങൾക്കായിട്ട് അയക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. യേശു സ്വർഗാരോഹണം ചെയ്ത് 10 ദിവസം കൂടെ കഴിഞ്ഞപ്പോൾ പരിശുദ്ധാത്മാവ് ശിഷ്യന്മാരുടെ മേൽ ഇറങ്ങി വരികയാണ്. പരിശുദ്ധാത്മാവിന് വേണ്ടി നിങ്ങൾ കാത്തിരിപ്പിനെന്ന് കർത്താവ് പറഞ്ഞു. ശിഷ്യന്മാർ സ്വർഗത്തിൽ നിന്നുള്ള, ഉയർത്തിൽ നിന്നുള്ള ശക്തിക്കായിട്ട് കാത്തിരുന്നു. യേശു സ്വർഗാരോഹണം ചെയ്ത് 10 ദിവസം കഴിഞ്ഞ് പരിശുദ്ധാത്മാവ് ശിഷ്യന്മാരുടെ മേൽ ആവസിക്കുകയാണ്. പരിശുദ്ധാത്മാവായ ദൈവം സ്ഥിരമായി വസിക്കുവാനായിട്ട് ശിഷ്യന്മാരുടെ മേൽ ഇറങ്ങി വരികയാണ്. യേശുവിൽ മനുഷ്യനായി അവതരിച്ച ദൈവം തന്റെ പ്രവർത്തനം ചരിത്രത്തിൽ മുൻപോട്ട് കൊണ്ടുപോകുന്നത് പരിശുദ്ധാത്മാവിലൂടെയാണ്. പെന്തക്കോസ്ത് തിരുനാളെന്ന് പറയുമ്പോൾ കഴിഞ്ഞുപോയ ഒരു സംഭവത്തിന്റെ ഓർമ്മ പുതുക്കലല്ല, ജീവിക്കുന്ന ഒരു സംഭവത്തിന്റെ പുനർ ആസ്വാദനമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. എല്ലാ സ്പിരിറ്റുകളും ഹോളി സ്പിരിറ്റ് അല്ല. എല്ലാ ആത്മാക്കളും പരിശുദ്ധാത്മാവല്ല, അല്ലെങ്കിൽ ദൈവാത്മാവല്ല. വിശുദ്ധാത്മാവിന്റെ അന്തസ്സും ആത്മീയതയും വളച്ചൊടിക്കുന്ന വികൃത പ്രതിഭാസങ്ങളും അതിർവിട്ട പ്രസ്ഥാനങ്ങളും സഭയെ ആഴമായിട്ട് മുറിവേൽപ്പിക്കുകയാണ്.
കർത്താവായ യേശു ക്രിസ്തു ശിഷ്യന്മാരോട് ചോദിച്ചു, വളരെ വ്യാകുലതയോടെ ഭാരത്തോട് ചോദിച്ചു, നിങ്ങൾ ഏത് ആത്മാവിന് അധീനർ? നിങ്ങളിൽ ഏത് ആത്മാവ് ആവസിക്കുന്നു എന്ന് കർത്താവ് തന്റെ ശിഷ്യന്മാരോട് ചോദിക്കുകയാണ്. ആത്മാവിനെ വിവേചിക്കണം. എല്ലാ ആത്മാക്കളെയും അല്ലെങ്കിൽ എല്ലാ ആത്മാക്കളും ഒരുപോലെ അല്ല എന്നുള്ളതാണ്. ആത്മാക്കളെ വിവേചിക്കണം. ശരിയായ ആത്മാവിനെ നാം ശരിയായിട്ട് മനസ്സിലാക്കണമെന്നുള്ളത് വചനം നമ്മോട് ആവശ്യപ്പെടുന്ന ഒന്നാണ്. പരിശുദ്ധാത്മാവ് ഒരു ശക്തിയല്ല, ഒരു വ്യക്തിയാണ്. പരിശുദ്ധാത്മാവ് തൃത്വത്തിലെ ഒരാളത്വമാണ്. പരിശുദ്ധാത്മാവ് പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെട്ടു വരുന്നതാണ്. പരിശുദ്ധാത്മാവ് ദൈവത്തിന്റെ ആത്മാവാണ്. സത്യത്തിന്റെ ആത്മാവ്, വിശുദ്ധിയുടെ ആത്മാവ്, ജ്ഞാനത്തിന്റെ, സുബോധത്തിന്റെ ആത്മാവ്. ദൈവാത്മാവ് നന്മയിലേക്ക് നമ്മെ നയിക്കുകയാണ്. തിന്മയിലേക്ക് നയിക്കുന്ന ദുരാത്മാക്കളുമുണ്ട്. ശൗലിന് അവസാന നിമിഷങ്ങളിൽ ദുരാത്മാവ് ബാധിച്ചുവെന്ന് നാം മനസ്സിലാക്കുന്നു. ദൈവത്തിന്റെ സാന്നിധ്യം, ദൈവത്തിന്റെ പ്രവൃത്തി ശൗൽ രാജാവിൽ നിന്ന് മാറിയതിനു ശേഷം ഒരു ദുരാത്മാവ് അവരിൽ പ്രവേശിച്ചു എന്ന് നാം കാണുകയാണ്. ഇന്ന് കാണുന്ന പലവിധമായ ആത്മീയ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ആത്മീയ തലത്തിൽ കാണുന്ന പ്രവർത്തനങ്ങൾ ഏത് ആത്മാവിലൂടെ നടത്തപ്പെടുന്നു എന്നുള്ളത് നാം ചിന്തിക്കണം. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ദൈവാത്മാവിന്റെ അന്തസ്സും ആത്മീയതയും വളച്ചൊടിക്കുന്ന പലവിധമായ പ്രവർത്തനങ്ങൾ ഇന്നുണ്ട്. അതെ, ഇന്ന് ദൈവാത്മാവ് അല്ലെങ്കിൽ ദൈവാത്മാവിന്റെ പേരിൽ ശക്തി പ്രകടനം നടത്തുന്നവരുണ്ട്. ദൈവാത്മാവ് എപ്രകാരം നമ്മിൽ പ്രവർത്തിക്കുന്നു എന്നുള്ളത് നാം ഉണരണം. ദൈവാത്മാവ് നേരത്തെ പറഞ്ഞ പോലെ ഒരു ശക്തിയല്ല, ഒരു വൈദ്യുതി ശക്തി പോലെയുള്ള ഒരു ശക്തിയല്ല, ഒരു വ്യക്തിയായി നമ്മിൽ വസിക്കുന്നു. പുറത്തു നിൽക്കുന്ന ഒന്നായിട്ടല്ല. പരിശുദ്ധാത്മാവ് നമ്മിൽ വസിക്കുന്ന ഒരാളായിട്ടാണ്, നമ്മുടെ ഉള്ളിൽ വസിക്കുകയാണ്. കർത്താവായ യേശു ക്രിസ്തു തന്റെ ശിഷ്യന്മാരുടെ കൂടെ ആയിരുന്നു. പുറത്തു നിൽക്കുന്ന ഒരു വ്യക്തിത്വമായി കർത്താവ് കാണപ്പെട്ടു. എന്നാൽ പരിശുദ്ധാത്മാവ് അങ്ങനെയല്ല, നമ്മിൽ വസിക്കുന്ന ഒന്നായിട്ട് ഇറങ്ങി വന്നിരിക്കുകയാണ്. പരിശുദ്ധാത്മാവിന് ധാരാളം പ്രതീകങ്ങൾ വേദപുസ്തകത്തിൽ കാണുവാനായിട്ട് നമുക്ക് സാധിക്കും. അഗ്നി, പ്രാവ്, നദി, മഞ്ഞ്, മഴ, ജലം, മുദ്ര, അച്ചാരം, കാര്യസ്ഥൻ, ഇങ്ങനെ തുടങ്ങിയ വിവിധ പ്രതീകങ്ങളിലൂടെ പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തിയും സ്വഭാവവും വചനം വിശദീകരിക്കുകയാണ്. വേദപുസ്തകത്തിൽ കാറ്റ് പരിശുദ്ധാത്മാവിന്റെ പ്രതീകമായിട്ട് പര്യായമായിട്ടൊക്കെ പറഞ്ഞിരിക്കുകയാണ്. പഴയ നിയമത്തിൽ പരിശുദ്ധാത്മാവിനെ കുറിക്കുന്ന പദം റൂഹ എന്നുള്ളതാണ്. ഗ്രീക്ക് തർജിമയിൽ ന്യൂമ എന്ന പദമാണ് പരിശുദ്ധാത്മാവിനെ കുറിക്കുന്ന പദം. പുതിയ നിയമത്തിൽ ഏകദേശം 264 പ്രാവശ്യം നമുക്ക് ഈ ന്യൂമ എന്ന പദം കാണുവാനായിട്ട് സാധിക്കും. ന്യൂമ എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത് കാറ്റ്, ശ്വാസം, വായു, ജീവൻ, ആത്മാവ്, അരൂപി എന്ന അർത്ഥങ്ങളാണ്. പരിശുദ്ധാത്മാവ് നമ്മിൽ വസിക്കുകയാണ്. പരിശുദ്ധാത്മാവ് നമ്മിലേക്ക് ഇറങ്ങി വരികയാണ്. 104-ാം സങ്കീർത്തനം നാം വായിക്കുമ്പോൾ അവിടെ ദൈവം മേഘങ്ങളെ തന്റെ തേരാക്കി കാറ്റിൻ ചിറകിന്മേൽ സഞ്ചരിക്കുന്നു എന്ന് അവിടെ പറഞ്ഞിരിക്കുകയാണ്.
അവൻ കാറ്റുകളെ തന്റെ ദൂതന്മാരും അഗ്നിജ്വാലയെ തന്റെ ശുശ്രൂഷകരും ആക്കുന്നു എന്ന് പറഞ്ഞിരിക്കുകയാണ്. ഇവിടെ നമ്മുടെ ലേഖന വേദഭാഗത്ത് നാം നോക്കുമ്പോൾ അവിടെ പരിശുദ്ധാത്മാവ് ശിഷ്യന്മാരുടെ മേൽ വരുന്നത് നാം കാണുകയാണ്. പെന്തക്കോസ്ത് നാളിൽ ശിഷ്യന്മാർ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ എല്ലാവരും ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. പെട്ടെന്ന് കൊടിയ കാറ്റ് അടിക്കുന്നത് പോലെ ആകാശത്ത് നിന്നൊരു മുഴക്കമുണ്ടായി. അവർ ഇരുന്നിരുന്ന വീട് മുഴുവനും നിറച്ചു വന്നാണ്. അഗ്നിജ്വാല പോലെ ഉലർന്നിരിക്കുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി. അവരിൽ ഓരോരുത്തന്റെ മേൽ പകർന്നുവെന്ന് അവിടെ പറഞ്ഞിരിക്കുകയാണ്. അവരിൽ ഓരോരുത്തരുടെ മേൽ പതിഞ്ഞു. പരിശുദ്ധാത്മാവ് അവരുടെ മേൽ ആവസിക്കുകയാണ്. എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ആത്മാവ് അവർക്ക് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ അന്യഭാഷകളിൽ സംസാരിച്ചു എന്നാണ്. ഈ അന്യഭാഷ എന്ന് പറയുമ്പോൾ ലോകത്തുള്ള മറ്റു ഭാഷകൾ എന്നുള്ളതാണ്. ഇവിടെ പറയുന്നുണ്ട് അവിടെ ആരൊക്കെ കൂടിയിരുന്നു എന്നുള്ളത് നാം നേരത്തെ വായിച്ചു കേട്ടു. പാർഥ്യരും മേദ്യരും എലാമ്യരും മെസപ്പൊത്തോമ്യയിലും യഹൂദ്യയിലും കപ്പദോക്യയിലും പൊന്തോസിലും ആസ്യയിലും ഫ്രുഗ്യയിലും പംഫുല്യയിലും മിസ്രൈമിലും കുറേനയ്ക്ക് ചേർന്ന ലിബ്യ പ്രദേശങ്ങളിലും പാർക്കുന്നവരും റോമിൽ നിന്ന് വന്ന് പാർക്കുന്നവരും യഹൂദന്മാരും യഹൂദ മതാനുസാരികളും ക്രേത്യരും അറബിക്കാരുമായ നാം എന്നവിടെ പറഞ്ഞിരിക്കുകയാണ്. അങ്ങനെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുണ്ടായിരുന്ന ആൾക്കാർ ഒരുമിച്ച് കൂടിയിരിക്കുന്ന ആ സ്ഥലത്ത് അവരുടെ ഭാഷകളിലാണ് ശിഷ്യന്മാർ സംസാരിച്ചത്. അന്യഭാഷ എന്ന് പറയുമ്പോൾ ഈ ലോകത്തില്ലാത്ത ഒന്നായിട്ട് നാം ഒരിടത്തും കാണുന്നില്ല. ഇവിടെ പ്രത്യേകിച്ച് പെന്തക്കോസ്ത് നാളിൽ ആത്മാവ് അവർക്ക് ഉച്ചരിപ്പാൻ കൊടുത്തതുപോലെ അവർ സംസാരിച്ചു. അവർക്ക് മറ്റു ഭാഷകൾ അറിഞ്ഞുകൂടാ. പക്ഷേ അവർ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വന്നവരുടെ ഭാഷകളിൽ സംസാരിച്ചു എന്നാണ്. ഈ ലോകത്തുള്ള മറ്റ് ഭാഷകൾ തനിക്ക് അറിയാത്ത ഭാഷകളിൽ സംസാരിച്ചു എന്നാണ്. അപ്പോ അന്യഭാഷ എന്ന് പറയുമ്പോൾ അതാണ്. മറ്റ് ഭാഷകളിൽ ലോകത്തുള്ള തന്നെ മറ്റ് ഭാഷകൾ സംസാരിച്ചു എന്ന് പറഞ്ഞിരിക്കുകയാണ്. ഇന്ന് നാം മനസ്സിലാക്കുന്ന നാം കേൾക്കുന്ന അന്യഭാഷകൾ എപ്രകാരം എന്നുള്ളത് ഒരു ചോദ്യമാണ്. അത് പലപ്പോഴും സംശയിപ്പിക്കുന്ന ഒന്നായിട്ട് ഇന്ന് കാണപ്പെടുകയാണ്. ആത്മാവ് ഉയരത്തിൽ നിന്ന് വരികയാണ്. കർത്താവ് പറയുന്നു പരിശുദ്ധാത്മാവിനെ കൈക്കൊള്ളുവിനെന്ന് പറയുകയാണ്. നമ്മുടെ ധ്യാനഭാഗത്ത് വായിക്കുമ്പോൾ അവിടെ കർത്താവ് പറയുന്നു ദാഹിക്കുന്നവൻ എല്ലാം എന്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ, എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയും പോലെ ജീവജലത്തിന്റെ നദികൾ ഒഴുകുമെന്നാണ്. കർത്താവ് പരിശുദ്ധാത്മാവിനെ തന്റെ ശിഷ്യന്മാരുടെ മേൽ അയക്കുകയാണ്. നമ്മുടെ മേൽ തന്റെ ആത്മാവിനെ അയച്ചിരിക്കുകയാണ്. ഈ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നവനാണ്. അതെ, കാറ്റ് പ്രവർത്തിക്കുന്നത് പോലെ കാറ്റ് അദൃശ്യമാണെങ്കിലും അതിന്റെ ശബ്ദവും അതിന്റെ സാന്നിധ്യം നാം അനുഭവിക്കുന്നത് പോലെ അതിന്റെ ശക്തി നാം മനസ്സിലാക്കുന്നത് പോലെ പരിശുദ്ധാത്മാവ് അദൃശ്യമാണെങ്കിലും അതിന്റെ സാന്നിധ്യവും അതിന്റെ പ്രവർത്തനവും അതിന്റെ ശക്തിയും നാം മനസ്സിലാക്കുകയാണ്. പരിശുദ്ധാത്മാവാം ദൈവം സർവശക്തനാണ്. മൂന്നാളത്വങ്ങളിൽ പ്രധാനപ്പെട്ടതാണ്. പലപ്പോഴും നാം പരിശുദ്ധാത്മാവിന് പിതാവ് പുത്ര എന്ന തുല്യം നാം കൊടുക്കുന്നുണ്ടോ, തുല്യത നാം നൽകുന്നുണ്ടോ എന്നുള്ളത് ഒരു ചോദ്യമാണ്. പിതാവ് എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് പരിശുദ്ധാത്മാവ്. പുത്രൻ എങ്ങനെയാണോ അതുപോലെ തന്നെ പരിശുദ്ധാത്മാവ്. മൂന്നും തുല്യവും സമവും സമനിത്യവുമാണ്. മൂന്നും സമമാണ്, ഒരുപോലെയാണ്. അതുകൊണ്ട് തന്നെ മൂന്നാളത്വങ്ങളും ഒന്നാണ്. ഒന്നിനും നാം ഒരു ആളത്വത്തിനും വില കുറയ്ക്കുവാനോ കൂട്ടുവാനോ പാടില്ല. മൂന്നും തുല്യവും സമവും സമനിത്യവും എന്ന് തിരുവചനം പറയുകയാണ്. പരിശുദ്ധാത്മാവാം ദൈവം നമ്മിൽ വസിക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മിൽ പ്രവർത്തിക്കുകയാണ്. പരിശുദ്ധാത്മാവാം ദൈവം നമ്മുടെ ഉണങ്ങിയ അവസ്ഥകൾക്ക് മാറ്റം വരുത്തുന്നു എന്നുള്ളതാണ്. വിശുദ്ധ എഗസ്കേൽ പ്രവാചകന്റെ പുസ്തകം 37 അധ്യായം നാം നോക്കുമ്പോൾ
അവിടെ ഉണങ്ങിയ അസ്ഥികൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. അവിടെ യെഹെസ്കേൽ പ്രവാചകൻ നോക്കുമ്പോൾ താഴ്വരയിൽ ഉണങ്ങിയ അസ്ഥികൾ നിറഞ്ഞിരിക്കുന്നു. മരണ താഴ്വര എന്ന് പറയാം. മരണ താഴ്വര. ഈ മരണ താഴ്വര ജീവന്റെ താഴ്വരയാക്കി ദൈവം മാറ്റുകയാണ്. അതെ, അവിടെ പ്രവാചകൻ പറയുന്നതനുസരിച്ച്, ദൈവത്തിന്റെ വചനമനുസരിച്ച് പറയുന്നതനുസരിച്ച്, വചനപ്രകാരം അസ്ഥിയിൽ മാംസവും അതോടൊപ്പം തന്നെ ഞരമ്പും തൊക്കൊക്കെ വന്ന മനുഷ്യദേഹമായിട്ട് തീരുകയാണ്. പക്ഷെ ജീവനില്ലായിരുന്നു. കാറ്റിനോട് പ്രവചിക്കുവാനായിട്ട് ദൈവം പറയുകയാണ്. കാറ്റ് പ്രവാചകൻ പറഞ്ഞനുസരിച്ച്, പ്രവാചകൻ ദൈവത്തിന്റെ അരുളപ്പാട് പ്രകാരം പറയുന്നതനുസരിച്ച് കാറ്റ് അവരുടെ മേൽ ഊതിയപ്പോൾ അവർ ജീവനുള്ള ദേഹികളായിട്ട് തീർന്നുവെന്നാണ്. ആദിയിൽ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു. മനുഷ്യന്റെ മേൽ, ആദാമിന്റെ മേൽ ജീവശ്വാസം ഊതി അവൻ ജീവനുള്ള ദേഹിയായിട്ട് തീർന്നു എന്നുള്ളതാണ്. പരിശുദ്ധാത്മാവ് ആദിയിൽ വെള്ളത്തിന്റെ മീതെ പരിവർത്തിച്ചു കൊണ്ടിരുന്നു എന്നുള്ളതാണ്. ചലിക്കുന്ന ആത്മാവ്, പ്രവർത്തിക്കുന്ന ആത്മാവ്. ഈ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നവനാണ്. ദൈവം എന്ന് പറയുമ്പോൾ പ്രവർത്തിക്കുന്നവനാണ്. അവൻ നമ്മുടെ ജീവിതങ്ങളിൽ പ്രവർത്തിക്കുന്നു. നമ്മുടെ അവസ്ഥകൾക്ക് മാറ്റം വരുത്തുകയാണ്. ഒരിക്കൽ നിക്കോദോമോസ് യേശുവിന്റെ അടുക്കിലേക്ക് വരുന്നു. നിക്കോദോമോസ് ചോദിക്കുന്നു, ദൈവരാജ്യത്തിൽ കടക്കുവാനായിട്ട് ഞാൻ എന്ത് ചെയ്യണം? എല്ലാം അറിയുന്ന പണ്ഡിതനാണ്, ജ്ഞാനിയാണ്. കർത്താവിന്റെ അടുക്കൽ നിന്ന് ചോദിക്കുന്നു, ഞാൻ എന്ത് ചെയ്യണം? കർത്താവ് പറഞ്ഞു, നീ പുതുതായിട്ട് ജനിക്കണം. നീ പുതുതായിട്ട് ജനിച്ചില്ല എങ്കിൽ നിനക്ക് ദൈവരാജ്യത്തിൽ കടക്കുവാനായിട്ട് സാധ്യമല്ല. അവിടെ അതെങ്ങനെയെന്ന് ചോദിക്കുകയാണ്. വെള്ളത്താലും ആത്മാവിനാലും നീ ജനിക്കണമെന്ന് കർത്താവ് പറയുകയാണ്. അതെ, പരിശുദ്ധാത്മാവിൽ നീ മുദ്രയിടപ്പെടണം. പരിശുദ്ധാത്മാവിൽ തിരുസ്നാനത്തിലൂടെ നീ പരിശുദ്ധാത്മാവിന്റെ മുദ്രയേറ്റ് പുതു വ്യക്തിയായിട്ട് പുതുജനനം പ്രാപിക്കുകയാണ്. പരിശുദ്ധാത്മാവിൽ പുതുതായി ജനിക്കുന്നവൻ എവിടെ നിന്ന് വന്നുവെന്നും എവിടേക്ക് പോകുന്നുവെന്നും അറിയുന്നില്ല. കാറ്റ് എവിടെ നിന്ന് വന്നു എവിടേക്ക് പോകുന്നുവെന്ന് അറിയാത്തതുപോലെ പരിശുദ്ധാത്മാവിൽ പുതുജന്യം പ്രാപിക്കുന്നവരും അങ്ങനെയാണ്. അവർ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് പോവുകയാണ്. അതാർക്കും ഭൗതികമായിട്ട് കാണുവാനായിട്ട് സാധ്യമല്ല. നാം പരിശുദ്ധാത്മാവിൽ പുതുതായിട്ട് ജനിച്ചിരിക്കുകയാണ്. തിരുസ്നാനത്തിലൂടെ നാം പരിശുദ്ധാത്മാവിന്റെ ആലയങ്ങളായി, പരിശുദ്ധാത്മാവിന്റെ മന്ദിരങ്ങളായിട്ട് തീർന്നിരിക്കുന്നു. നാം നമ്മെക്കുറിച്ച് എത്ര ഗൗരവത്തോടു കൂടെ ചിന്തിക്കുന്നു? നാം ദൈവത്തിന്റെ ആലയങ്ങളാണെന്നുള്ള ചിന്തയോടെ നാം ജീവിക്കുന്നുണ്ടോ? ഈ ദൈവാലയം നശിപ്പിക്കുന്ന ധാരാളം കാര്യങ്ങളുണ്ട്. ഭൗതികമായും ആത്മീയമായും നശിപ്പിക്കുന്ന കാര്യങ്ങളുണ്ട്. നമ്മുടെ ദുശ്ചിന്തകൾ, ദുർവിചാരങ്ങൾ, ദുരാലോചനകൾ, ഇതൊക്കെ നമ്മെ ആത്മീയമായിട്ട് നശിപ്പിക്കുകയാണ്. ഭൗതികമായിട്ടുള്ളതുണ്ട് നമ്മെ നശിപ്പിക്കുന്ന മദ്യപാനം, മറ്റുള്ള കാര്യങ്ങൾ നമ്മെ ഭൗതികമായിട്ട്, ശാരീരികമായിട്ട് നശിപ്പിക്കുന്നു. നാം ദൈവത്തിന്റെ ആലയങ്ങൾ ആണ് എന്നുള്ള ചിന്ത നമുക്ക് വേണം. നാം നമ്മെ വിശുദ്ധിയോടുകൂടെ കാക്കേണ്ടതാണ് എന്നുള്ള ചിന്ത നമുക്ക് വേണം. നാം നമ്മെ വിശുദ്ധിയോടുകൂടെ കാക്കണം. കുളിച്ച് ഭൗതികമായിട്ട് വൃത്തിയായിട്ട് നടക്കുന്നത് മാത്രമല്ല, ആത്മീകമായിട്ട് നാം ശുദ്ധീകരണം പ്രാപിക്കണം. ക്രിസ്തുവിന്റെ രക്തത്താൽ നമ്മെ ദൈവം ശുദ്ധീകരിച്ചിരിക്കുന്നു. നമ്മുടെ സകല അഴുക്കും അവൻ നീക്കിയിരിക്കുകയാണ്. നമ്മെ വിശുദ്ധീകരിച്ചിരിക്കുന്നു. നാം വീണു പോകാതിരിക്കുവാൻ, നാം തകർന്നു പോകാതിരിക്കുവാൻ ദൈവത്തിന്റെ ആത്മാവിനെ നമുക്ക് നൽകിയിരിക്കുന്നു. തന്റെ ആ പരിശുദ്ധാത്മാവിനെ നമ്മുടെ മേൽ പകർന്നിരിക്കുകയാണ്. ഈ ദൈവാത്മാവ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മിൽ പ്രവർത്തിക്കുന്നു. ആ ദൈവാത്മാവിന്റെ സാന്നിധ്യം നമുക്കറിയാം. ദൈവാത്മാവിന്റെ ശക്തി നമുക്കറിയാം. ആ ദൈവാത്മാവിന്റെ പ്രസൻസ് നമുക്ക് എപ്പോഴും അറിയാം. നമ്മുടെ ജീവിത അനുഭവങ്ങൾ നാം അത് മനസ്സിലാക്കുന്നു. നമ്മുടെ ജീവിതങ്ങളിലൂടെ നാം ഈ ദൈവാത്മാവിന്റെ പ്രവൃത്തി നാം കാണുകയാണ്. നാം പരിശുദ്ധാത്മാവിന് വിധേയപ്പെടുന്നുണ്ടോ? സൃഷ്ടികർമ്മത്തിൽ പ്രവർത്തിച്ച ആ ദൈവാത്മാവ് ഇന്ന് നമ്മിൽ പ്രവർത്തിക്കുകയാണ്. പഴയ കാലത്തിൽ പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി ഉണ്ടായിരുന്നു. എങ്കിലും പുതിയ നിയമകാലത്തിൽ കർത്താവായ യേശുക്രിസ്തു സ്ഥിരമായി വസിക്കുവാൻ, എല്ലാവരിലും വസിക്കുവാനായിട്ട് തന്റെ ആത്മാവിനെ അയച്ചിരിക്കുകയാണ്. യോവേൽ പ്രവാചകൻ പറയുകയാണ്,
അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായത്തിന്റെ 17-ാം വാക്യത്തിൽ പറയുന്നു, അന്ത്യകാലത്ത് ഞാൻ സകല ജഡത്തിന്മേലും എന്റെ ആത്മാവിനെ പകരും. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. നിങ്ങളുടെ യൗവനക്കാർ ദർശനങ്ങൾ ദർശിക്കും. നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും. എന്റെ ദാസിമാരുടെ മേലും കൂടെ ഞാൻ ആ നാളുകളിൽ എന്റെ ആത്മാവിന് പകരും. അവരും പ്രവചിക്കും എന്നാണ്. കർത്താവായ യേശുക്രിസ്തു തന്റെ ആത്മാവിനെ നമുക്ക് നൽകിയിരിക്കുന്നു. ദൈവത്തിന്റെ ആത്മാവ് സകല ജഡത്തിന്മേലും ദൈവം അയച്ചിരിക്കുകയാണ്. സകലരിലും ദൈവത്തിന്റെ ആത്മാവ് പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്. നാം ദൈവാത്മാവിന് വിധേയപ്പെടുന്നുണ്ടോ? നാം ദൈവാത്മാവിന്റെ പ്രവൃത്തിക്ക് നാം എപ്രകാരം വിധേയപ്പെടുന്നു? മോശയും മൂപ്പന്മാരും ദൈവസന്നിധിയിൽ ആയിരിക്കുന്ന സമയം മോശയിൽ നിന്നും പരിശുദ്ധാത്മാവിനെ മൂപ്പന്മാരിലേക്ക് പകരുകയാണ്. എന്നാൽ ഈ മൂപ്പന്മാരുടെ കൂട്ടത്തിൽ 2 പേര് അവരുടെ കൂടെ ഇല്ലാതെ പാളയത്തിലായിരുന്നു, എൽദാദും മേദാദും. പരിശുദ്ധാത്മാവ് മൂപ്പന്മാരുടെ മേൽ പകർന്നു. ഈ എൽദാദും മേദാദും പേരീതിയുടെ കൂട്ടത്തിലുള്ളവരായതുകൊണ്ട് അവർ പാളയത്തിലായിരുന്നപ്പോൾ പ്രവചിച്ചു എന്നുള്ളതാണ്. അപ്പോൾ യോശുവ, മോശയുടെ സഹായിയായ യോശുവോട് എന്ന് പറയുന്നു, യജമാനനെ അവരെ വിരോധിക്കണമേ, എൽദാദിനെയും മേദാദിനെയും വിരോധിക്കണമേ, അവർ പാളയത്തിൽ വെച്ച് പ്രവചിക്കുന്നു. അപ്പോൾ മോശ പറയുന്നു, ദൈവത്തിന്റെ ജനമൊക്കെയും യഹോവയുടെ ജനമൊക്കെയും പ്രവാചകന്മാരായെങ്കിൽ എന്നാണ് പറയുന്നത്. നീ എന്നെ ഓർത്ത് അസൂയപ്പെടരുത്. എല്ലാവർക്കും പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ലഭിച്ചെങ്കിൽ കൊള്ളായിരുന്നു എന്നാണ് മോശ പറയുന്നത്. ഈ പെന്തക്കോസ്ത് നാളിൽ പരിശുദ്ധാത്മാവിന്റെ ആ അഭിഷേകം സകലർക്കുമായിട്ട് ദൈവം പകരുകയാണ്. സകലർക്കുമായിട്ട് പകരുന്നു. ദൈവത്തിന്റെ ആത്മാവ് പകരപ്പെടുന്നു. അതെ, പരിശുദ്ധാത്മാവ് ക്രിസ്തുവിൽ നമുക്ക് ലഭിച്ചിരിക്കുകയാണ്. ക്രിസ്തുവിൽ പുറമായിട്ട് വിശ്വസിപ്പാൻ തക്കവണ്ണം നമ്മെ സഹായിക്കുകയാണ്. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ സ്നാനത്തിലൂടെ നാം ദൈവത്തിന്റെ സ്വന്തമായിരിക്കുന്നു, പരിശുദ്ധാത്മാവിൽ മുദ്രയിടപ്പെട്ടിരിക്കുന്നു. ഈ ദൈവാത്മാവിന് നമുക്ക് വിധേയപ്പെടാം. ദൈവ ആത്മാവിന്റെ ആലോചനയ്ക്ക് നമുക്ക് വിധേയപ്പെടാം. നമ്മിൽ വ്യാപരിക്കുന്ന ആത്മാവ് ഏത് ആത്മാവെന്ന് നമുക്ക് മനസ്സിലാക്കുവാനൊക്കെ വേണം സാധിക്കണം. നമ്മുടെ ആത്മാവ് സുബോധത്തിന്റെ, ജ്ഞാനത്തിന്റെ, വിവേകത്തിന്റെ ആത്മാവ്, ദൈവാത്മാവ്, സ്നേഹത്തിന്റെ, ത്യാഗത്തിന്റെ ആത്മാവ്. ആ ആത്മാവ് നമ്മിൽ വ്യാപരിക്കുകയാണ്. മറ്റാത്മാക്കൾക്ക് നാം വിധേയപ്പെടുവാനായിട്ട് പാടില്ല. പകയുടെ, തിന്മയുടെ ആത്മാക്കൾക്ക് നാം വിധേയപ്പെടുവാനായിട്ട് പാടില്ല. പരിശുദ്ധാത്മാവിന് നാം വിധേയപ്പെട്ട് പരിശുദ്ധാത്മാവിന്റെ മന്ദിരങ്ങളായിട്ട് നമുക്ക് തീരാം. നമ്മിൽ വസിക്കുന്നവൻ ഈ ലോകത്തിലുള്ള മറ്റാരെക്കാളും ശക്തനാണ്. പരിശുദ്ധാത്മാവ് നമ്മിൽ കോട്ടയായിട്ട് വസിക്കുന്നുവെങ്കിൽ മറ്റൊന്നിനും നമ്മുടെ ഉള്ളിൽ പ്രവേശിക്കുവാനായിട്ട് സാധ്യമല്ല. കാരണം നമ്മിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവ് സർവശക്തനാണ്. പരിശുദ്ധാത്മാവ് ദൈവമാണ്. അതുകൊണ്ട് തന്നെ മറ്റൊന്നിനും നമ്മയോട് അടുക്കുവാനായിട്ട് സാധ്യമല്ല. അതുകൊണ്ട് തന്നെ പരിശുദ്ധാത്മാവ് നമ്മെ കോട്ടയായിട്ട് സംരക്ഷിക്കുന്നു എന്ന് നമുക്ക് ഉണരാം. പരിശുദ്ധാത്മാവിന്റെ മന്ദിരങ്ങളാണ് നാം എന്ന് ഉണരാം. നമുക്ക് നമ്മെ വിശുദ്ധിയോടുകൂടെ കാക്കാം. വചനപ്രകാരം നമുക്ക് ജീവിക്കാം. പ്രവർത്തിക്കും ദൈവം നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുകയാണ്. ആ ഒരു ഉണർവോടുകൂടെ, വിശ്വാസത്തോടുകൂടെ നമുക്ക് ആയിരിക്കാം. അതിനായിട്ട് ദൈവത്തിന്റെ ആത്മാവിലൂടെ നമ്മെ ഏവരെയും സഹായിച്ച് കാക്കുമാറാകട്ടെ. ആമേൻ. സകല ബുദ്ധിയെയും ദൈവിക സമാധാനം നമ്മുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തു യേശുവിങ്കൽ കാക്കുമാറാകട്ടെ. ആമേൻ. നമുക്കിപ്പോൾ പുതിയ പുസ്തകത്തിൽ 196-ാമത്തെ പാട്ട് പാടാം. പുതിയ പുസ്തകത്തിൽ 196, വലിയ പുസ്തകത്തിൽ 178. വലിയ പുസ്തകത്തിൽ 178-ാമത്തെ. ഉന്നതനാ
ശങ്ക കൂടാതെ നിന്നെ കണ്ണേ സംഗീതം ഞാൻ കൊടുത്തന്യർക്കോത്തിന സങ്കടപ്പെട്ടിടുന്നു തള്ളി സംഗീതം ഞാൻ കൊടുത്തന്യർക്കോത്തിന സങ്കടപ്പെട്ടിടുന്നു കർത്തനെ അയ്യോ നഷ്ടമാക്കി ജീവിതം എന്നും കഷ്ടത വലയുന്നു ഞാനിത തട്ടിയുണർത്തണമേ ഇന്നും കഷ്ടത തന്നിൽ വലയുന്നു ഞാനിത തട്ടിയുണർത്തണമേ പാഴുമായി തള്ളിയതാമീൻ മന്ദിരം തന്നിരുന്നു ദേവ വന്നു പാർത്തു ശുദ്ധി ചെയ്തു നിന്നീടിന്റെ നിന്നയകറ്റണമേ ദേവ വന്നു പാർത്തു ശുദ്ധി ചെയ്തു നിൻ വീടിന്റെ നിന്നയകറ്റണമേ ജീവിതമിന്നും ശരിയായിട്ടില്ലയോ ജീവിപ്പിക്കും കർത്തനെ വന്നു ജീവനും ശക്തിയും സേവവും തന്നെ ജീവിപ്പിച്ചിടണമേ വന്നു ജീവനും ശക്തിയും സ്നേഹവും തന്നെ ജീവിപ്പിച്ചിടണമേ ജീവിതത്തിൽ പരിപാലിക്കപ്പെട്ടിട ദൈവാത്മാവേ വന്നെന്നിൽ എന്നും ആവസിച്ചു തവ തേജസാലൂടെ ജീവൻ പ്രശോഭിപ്പിക്കാം എന്നും ആവസിച്ചു തവ തേജസാലൂടെ ജീവൻ പ്രശോഭിപ്പിക്കാം. നമുക്ക് നീട്ടി തലകളെ വണക്കി പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ജീവന്റെ നാഥനും ഉടമസ്ഥനുമായിരിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട മനോഹരമായ കൂട്ടായ്മയ്ക്കായി നന്ദി പറയുന്നു. ഈ വിശുദ്ധ ദിവസത്തിൽ അങ്ങയുടെ തിരുപ്പാദപ്പെടുത്തി ഞങ്ങൾക്കായിരിക്കുവാൻ, ഞങ്ങളുടെ ഹൃദയങ്ങളെ ദൈവത്തിലേക്ക് ഉയർത്തുവാൻ, മനസ്സോടെ അങ്ങേ ആരാധിക്കുവാൻ അങ്ങ് തന്ന ഈ അവസരത്തിനായി നന്ദി പറയുന്നു. അങ്ങ് ഞങ്ങൾ കേൾപ്പിച്ച തിരുവചനങ്ങൾക്കായിട്ട് സ്തുതിക്കുന്നു. നല്ല നിലമാവുന്ന ഹൃദയത്തിൽ ഞങ്ങൾ വചനങ്ങളെ നിക്ഷേപിപ്പാൻ, വചനപ്രകാരം ഞങ്ങൾ ജീവിപ്പാൻ കർത്താവേ എന്ന് ഞങ്ങളെ സഹായിക്കണമേ. പരിശുദ്ധാത്മാവ ദൈവം അനുദിനം ക്രിസ്തുവിലുള്ള വിശ്വാസത്തിൽ ഞങ്ങളെ ബലപ്പെടുത്തി ഞങ്ങളെ ശക്തീകരിച്ച് വഴി നടത്തുന്നുവല്ല. ഞങ്ങളുടെ ജീവിതത്തിലെ എല്ലാ തലങ്ങളിലും കൂടെ ഇരുന്ന് പ്രവർത്തിക്കുന്നുവല്ല. ആ പ്രവർത്തിക്കുന്ന ദൈവം ഞങ്ങളോട് കൂടെ ഉണ്ട് എന്ന് ഉണർന്നുകൊണ്ട് ദൈവാത്മാവിന് വിധേയപ്പെട്ട് ഞങ്ങൾ ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. ദൈവമേ, അങ്ങയുടെ സന്നിധിയിലായിരിക്കുന്ന ഓരോരുത്തരെയും ഞങ്ങൾ ഈ സമയം ഓർക്കുന്നു. പേരായി കുടുംബമായി കർത്താവ് അനുഗ്രഹിക്കണമേ. പ്രിയമക്കളുടെ പ്രാർത്ഥനകൾ, യാചനകൾ കർത്താവ് കാണുന്നുവല്ലോ. ദൈവമേ, ഭവനങ്ങളിലായിരുന്നു കൊണ്ട് ഈ ആരാധനയിൽ പങ്കാളികളാകുന്നവരെ ഞങ്ങൾ ഈ സമയം ഓർക്കുന്നു. ഭവനങ്ങളിലായിരിക്കുന്ന ഓരോരുത്തരെയും അങ്ങ് തൃക്കാൻ പാർക്കണമേ. അവരെയും അങ്ങ് പേരായി കുടുംബമായി കർത്താവ് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ടവരുടെ പ്രാർത്ഥനകൾ, യാചനകൾ കർത്താവ് അറിയുന്നുവല്ലോ.
ഓരോ കുടുംബത്തിന്റെയും ഓരോ വ്യക്തിയുടെയും ആവശ്യങ്ങൾ കർത്താവ് അറിയുന്നുവല്ലോ. ഓരോരുത്തരുടെയും ആവശ്യങ്ങളൊക്കെയും കർത്താവ് കൂടെ ഇരിക്കണമേ. ദൈവമേ, ഞങ്ങളുടെ ഇടയിൽ രോഗാവസ്ഥയിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ഞങ്ങൾ ഈ സമയം ഓർക്കുന്നു. രോഗത്താൽ ഭാരപ്പെടുന്നവർക്ക് പൂർണ്ണമായ രോഗസൗഖ്യം അങ്ങ് പ്രദാനം ചെയ്യണമേ. മാനസികമായ പ്രയാസങ്ങളിലും നിരാശയിലും ആകുലതയിലും ആയിരിക്കുന്നവരെ ഓർക്കുന്നു. അവരുടെ സകല പ്രയാസങ്ങളെയും നീക്കി സ്വർഗീയ സന്തോഷവും സമാധാനവും അങ്ങ് നൽകണമേ. ദൈവമേ, സാമ്പത്തികമായി വളരെ കഷ്ടത അനുഭവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സാമ്പത്തിക ഞെരുക്കങ്ങളിലായിരിക്കുന്ന ഓരോരുത്തരെയും അങ്ങ് തൃക്കൺ പാർക്കണമേ. കടഭാരങ്ങൾ നീക്കണമേ. സാമ്പത്തികമായി സമൃദ്ധി അങ്ങ് നൽകണമേ. സാമ്പത്തിക ഉറവിടങ്ങൾ അങ്ങ് തുറക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഞങ്ങളുടെ ഇടയിൽ വാർദ്ധക്യ അവസ്ഥയിലായിരിക്കുന്ന മാതാപിതാക്കളെ ഞങ്ങൾ ഈ സമയം ഓർത്ത് പ്രാർത്ഥിക്കുന്നു. വാർദ്ധക്യ സഹജമായ ക്ഷീണതകളും പ്രയാസങ്ങളും അങ്ങ് നീക്കണമേ. അന്ത്യത്തോളം അങ്ങിലുള്ള വിശ്വാസത്തിലും പ്രത്യാശയിലും ആശ്രയത്തിലും മുന്നേറുവാൻ സഹായിക്കണമേ. അന്ത്യത്തോളം വിശ്വാസ സ്ഥിരത പ്രകടിപ്പിക്കാനൊക്കെ വേണം അങ്ങിടയാക്കണമേ. മുതിർന്ന മാതാപിതാക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കൂടുതലായി കർത്താവിന്റെ സന്നിധിയിലായിരിക്കാൻ, കർത്താവിനോട് ചേർന്നിരിക്കാൻ ഇടയാക്കണമേ. ഞങ്ങളുടെ യൗവനക്കാരായ മക്കളെ ഈ സമയം ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഈ ലോകത്തിന് അനുരൂപരായി തീരാതെ കർത്താവിന്റെ വചനത്തിന് അനുരൂപരായി തീരുവാൻ, കർത്താവിനെ കൈക്കൊണ്ട് ജീവിപ്പാൻ, തങ്ങളുടെ യൗവനം അർത്ഥപൂർണമാക്കി മാറ്റുവാൻ കർത്താവെ സഹായിക്കണമേ. ഈ ലോകവും അതിന്റെ മോഹവും ഒഴിഞ്ഞു പോകുന്നു. ദൈവേഷ്ടം ചെയ്യുന്നവനോ എന്നേക്കും ഇരിക്കുമെന്ന് വചനത്തിലൂടെ ഞങ്ങൾ പഠിക്കുന്നു. ദൈവേഷ്ടം ചെയ്യുന്ന മക്കളായി ദൈവമേ ശോഭിപ്പാൻ ഞങ്ങളുടെ യൗവനക്കാരായ മക്കളെ സഹായിക്കണമേ. നല്ല ദർശനവും നല്ല ഉൾക്കാഴ്ചയും നൽകണമേ. ഞങ്ങളുടെ വിദ്യാർത്ഥികളെ ഓർക്കുന്നു, കൈക്കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവം കടാക്ഷിക്കണമേ. പഠിക്കുവാനുള്ള നല്ല ബുദ്ധിയും ജ്ഞാനവും കൃപകളും വരങ്ങളും താഴ്മകളും അങ്ങ് നൽകണമേ. പ്രത്യേകിച്ച് അങ്ങേ അറിയുന്ന അറിവ് അങ്ങ് നൽകണമേ. അങ്ങ് ഗ്രഹിക്കുവാനുള്ള ബുദ്ധി അങ്ങ് നൽകണമേ. അങ്ങ് സ്നേഹിച്ച് ജീവിപ്പാതക്കവണ്ണം ഞങ്ങളുടെ മക്കളെ അങ്ങ് സഹായിക്കണമേ. ദൈവമേ, ജോലി സമ്മതമായി ഗൾഫിലും മറ്റ് ദൂര സ്ഥലങ്ങളിലായിരിക്കുന്നവരെ ഓർക്കുന്നു. ദൈവമേ, പലയിടങ്ങളിലായിരിക്കുന്ന ജോലി സംബന്ധമായിട്ട് ഞങ്ങളുടെ രാജ്യത്തിന്റെ പലയിടങ്ങളിലായിരിക്കുന്നവരെ ഓർക്കുന്നു. വിദേശത്തായിരിക്കുന്നവരെ ഓർക്കുന്നു. ദൈവമേ, തങ്ങളായിരിക്കുന്ന സ്ഥലത്ത് കർത്താവിന്റെ സംരക്ഷണവും കർത്താവിന്റെ നിറസാന്നിധ്യം അനുഭവിക്കാൻ സഹായിക്കണമേ. പ്രത്യേകിച്ച് കൊറോണ വൈറസ് വ്യാപിച്ച് ധാരാളം പേർ കഷ്ടത അനുഭവിക്കുന്നുവല്ലോ. വിവിധ രാജ്യങ്ങളിൽ ധാരാളം പേർ മരണപ്പെട്ടിരിക്കുന്നുവല്ലോ. ധാരാളം പേർ രോഗാവസ്ഥയിലായിരിക്കുന്നുവല്ലോ. ദൈവമേ, ഉറ്റവരെ നഷ്ടപ്പെട്ടായിരിക്കുന്നവർക്ക് ആശ്വാസവും സമാധാനവും അങ്ങ് നൽകണമേ. രോഗാവസ്ഥയിലായിരിക്കുന്നവർക്ക് പൂർണ്ണമായ സൗഖ്യം അങ്ങ് നൽകണമേ. രോഗികളെ ചികിത്സിക്കുന്ന ഡോക്ടർമാരെ, നഴ്സുമാരെ, മറ്റെല്ലാ പ്രവർത്തകരെയും ഞങ്ങൾ ഈ സമയം ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ശരിയായ ചികിത്സ നൽകുവാനുള്ള സ്വർഗീയമായ ജ്ഞാനം അങ്ങ് നൽകണമേ. ദൈവമേ, COVID-19 എന്ന മഹാമാരിയെ ഈ ലോകത്തു നിന്ന് അങ്ങ് നീക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ എല്ലാ അവസ്ഥകൾക്കും മാറ്റം ഉണ്ടാകുന്നതൊക്കെ വേണം സഹായിക്കണമേ. ഈ കഷ്ടത കർത്താവെ നീക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നല്ലൊരു അനുഭവം, നല്ലൊരു കാലഘട്ടം ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ ഈ കാച്ചാണി ഗോസ്ബൽ ലൂതർ സഭയ്ക്കായി പ്രാർത്ഥിക്കുന്നു. ഇപ്രകാരം ഒരു സഭ ഞങ്ങൾക്ക് നൽകിയതിനായി നന്ദിയോടെ സ്തുതിക്കുന്നു. ദൈവമേ, ഞങ്ങളുടെ ആലയത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായിട്ട് പ്രാർത്ഥിക്കുന്നു. പണികൾ വീണ്ടും പുനരാരംഭിക്കാനുള്ള എല്ലാ കൃപകളും അങ്ങ് നൽകണമേ. എല്ലാ അനുകൂല സാഹചര്യങ്ങളും കർത്താവ് ഒരുക്കണമേ. ഞങ്ങളുടെ സഭാ കമ്മിറ്റിയോട് പ്രാർത്ഥിക്കും. ദൈവമേ, അങ്ങ് അനുഗ്രഹിക്കണമേ, ആശ്രവദിക്കണമേ. നല്ല ദർശനവും നല്ല ഉൾക്കാഴ്ചയും അങ്ങ് നൽകണമേ. ദൈവം ഞങ്ങളുടെ സന്നിധിയിൽ വന്ന് ഇവിടെ കാണിക്ക് സമർപ്പിച്ചവരെ ഞങ്ങൾ ഈ സമയം ഓർക്കുന്നു. ഭവനങ്ങളിലായിരുന്നത് കൊണ്ട് കാണിക്ക് സമർപ്പിക്കുന്ന മക്കളെ ഈ സമയം ഓർക്കുന്നു. പ്രിയമക്കൾ സമർപ്പിച്ചിരിക്കുന്ന ഈ കാണിക്കകളെ സ്വീകരിക്കണമേ. കൂടുതലായി ദേവാലയ ശുശ്രൂഷകൾക്കായി നൽകുവാനുള്ള പ്രാപ്തിയും സമൃദ്ധിയും ഉയർച്ചയും നൽകണമേ. ദൈവങ്ങളുടെ സന്നിധിയിൽ വിശേഷമായി കാണിക്ക് നൽകിയിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ഓർക്കുന്നു. പേരേതാതെ കാണിക്ക് സമർപ്പിച്ചിരിക്കുന്ന പ്രിയ മക്കളെ ഞങ്ങൾ ഈ സമയം ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവം തൃക്കൻ പാർക്കണമേ. പ്രിയമക്കളുടെ ആവശ്യങ്ങളിലും ആഗ്രഹങ്ങളിലും പ്രാർത്ഥനകളിലും കൂടെ ഇരിക്കണമേ. ദൈവമേ, വിശേഷമായി കാണിക്ക് നൽകിയിരിക്കുന്ന റോയ് രാജിനെയും സന്ധ്യയെ ഞങ്ങൾ ഈ സമയം ഓർക്കുന്നു. പ്രിയമക്കൾ 6ാം വിവാഹ വാർഷികം ആഘോഷിക്കുന്നുവല്ലോ. ദൈവമേ, റോയ് രാജിന്റെയും സന്ധ്യയുടെയും ഈ 6 വർഷത്തെ വിവാഹ ജീവിതത്തെ കർത്താവ് എല്ലാ അർത്ഥത്തിലും അനുഗ്രഹിച്ചത് ഓർത്ത് നന്ദി പറയുന്നു. നൽകിയ നന്മകൾക്കായി, അനുഗ്രഹങ്ങൾക്കായിട്ട് സ്തുതിക്കുന്നു. പ്രിയമക്കൾക്ക് ദാനമായിട്ട് നൽകിയ ആ കുഞ്ഞിനെ ഞങ്ങൾ ഈ സമയം ഓർത്ത് പ്രാർത്ഥിക്കും. ദൈവമേ, അങ്ങ് തൃക്കൻ പാർക്കണമേ, അനുഗ്രഹിക്കണമേ.
ദൈവമേ കുടുംബജീവിതത്തിൽ ഇനിയും ആവശ്യമായിരിക്കും നന്മകളെ, അനുഗ്രഹങ്ങളെ അങ്ങ് പകരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയമക്കൾ സമർപ്പിച്ചിരിക്കുന്ന കാണിക്ക അങ്ങ് സ്വീകരിക്കണമേ. പരിശുദ്ധ പിതാവേ, നാളെ വിവാഹത്തിനായിട്ട് ഒരുങ്ങുന്ന ജ്യോതിഷിനെയും അമലയെയും നമ്മുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നാളെ ദൈവമേ പ്രിയമക്കളുടെ വിവാഹം നിശ്ചയിച്ചിരിക്കുന്നവർ ദൈവങ്ങളുടെ സന്നിധിയിൽ വെച്ച്, നമ്മുടെ ആലയത്തിൽ വെച്ച് പ്രിയമക്കൾ ഒരു കുടുംബജീവിതത്തിലേക്ക് പ്രവേശിപ്പാൻ തക്കവണ്ണം അങ്ങ് സഹായിക്കണം. അതിനുവേണ്ട എല്ലാവിധമായ അനുകൂല സാഹചര്യങ്ങളും അങ്ങ് ഒരുക്കണമേ. ജ്യോതിഷിന്റെയും അമലയുടെയും ഭവനങ്ങളിൽ നടക്കുന്ന എല്ലാ ഒരുക്കങ്ങളിലും എല്ലാ കാര്യങ്ങളിലും അങ്ങ് കൂടെ ഇരിക്കണമേ. വിവാഹ സംബന്ധമായുള്ള എല്ലാ ഒരുക്കങ്ങളിലും അങ്ങ് കൂടെ ഇരിക്കണമേ. എല്ലാം ഭംഗിയായി ചന്തമായി ഉചിതമായിട്ട് നടത്തപ്പെടുവാൻ തക്കവണ്ണം സഹായിക്കണമേ. രണ്ടുപേരും പരസ്പര ഐക്യത്തോടെ സ്നേഹത്തോടുകൂടെ ഒരുമിച്ച് ജീവിപ്പാൻ തക്കവണ്ണം അങ്ങ് സഹായിക്കണമേ. പ്രത്യേകിച്ച് ദൈവങ്ങളുടെ സന്നിധിയിൽ പ്രാർത്ഥനയോടുകൂടെ സമർപ്പണത്തോടുകൂടെ ദൈവാശ്രയത്തോടുകൂടെ പ്രവേശിപ്പാൻ തക്കവണ്ണം പ്രിയമക്കളെ അങ്ങ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാം അങ്ങ് നിറവാക്കി അങ്ങ് തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ പിതാവേ, ഈ ആയുഷ ഞങ്ങൾക്ക് എല്ലാ അർത്ഥത്തിലും അനുഗ്രഹപ്രദമാക്കി അങ്ങ് നൽകണമേ. ഞങ്ങൾ ഇതെല്ലാം കാര്യങ്ങൾക്കായിട്ട് ദൈവമേ പ്രാർത്ഥിക്കാനായിട്ടുണ്ടോ എല്ലാം ദൈവം അങ്ങ് അറിയുന്ന പോലെ ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളിലും അങ്ങ് കൂടെ ഇരുന്ന് അങ്ങ് നിറവാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. പ്രിയ പിതാവേ, ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, തിരുനാമം വിശുദ്ധീകരിക്കപ്പെടണമേ. തിരുരാജ്യം വരണമേ. തിരുഇഷ്ടം സ്വർഗ്ഗത്തിലെ ഭൂമിയിലും ആകണമേ. ഈ ദിവസമുള്ള ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങൾ കടക്കാരോട് ക്ഷമിക്കുന്നത് പോലെ ഇത് പാപകടങ്ങളെ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളുടെ പരീക്ഷയിൽ കടത്താതെ സകല ദോഷം വിധിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങേക്കുള്ളതല്ലോ. ആമേൻ. യഹോവ നിങ്ങളെ അനുഗ്രഹിച്ച് കാക്കുമാറാകട്ടെ. യഹോവ തിരുമുഖം നിങ്ങളുടെ മേൽ പ്രകാശിപ്പിച്ച് നിങ്ങളോട് കൃപയുള്ളവനാകട്ടെ. യഹോവ തിരുമുഖം നിങ്ങളുടെ മേൽ ഉയർത്തി നിങ്ങൾക്ക് സമ്മതം നൽകുമാറാകട്ടെ. ആമേൻ.